ഉണ്ണിക്കണ്ണന് പലഹാരം കൊടുത്തു. കുട്ടികൾ ഉണ്ട്. ഓക്കെ അമ്പിളി, എന്താ മനസ്സിലായി. ഞാൻ നാളെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സ്വന്തമായിട്ട് ഉണ്ടാക്കി കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ ചെയ്തില്ലേ? ഒക്കെ വരും കേട്ടോ, എല്ലാം വരും. ഉണ്ണിക്കണ്ണൻ തന്നെ നിൻ്റെ വീട്ടിലേക്ക് വരും. ഉണ്ണിക്കണ്ണൻ തന്നെ നിൻ്റെ വീട്ടിൽ വന്ന് നിന്നെ ഉണ്ണിയായിട്ട് തന്നെ പിറക്കും കേട്ടാ. ഉണ്ണിക്കണ്ണൻ നിൻ്റെ വീട്ടിൽ വന്ന് ഉണ്ണിയായിട്ട് തന്നെ നിൻ്റെ വീട്ടിൽ പിറക്കും. നിൻ്റെ ആ വീട്ടിൽ അവിടെ ഓടി നടക്കും കേട്ടാ. നിൻ്റെ മുന്നിൽ തന്നെ ഉണ്ണിക്കണ്ണൻ തന്നെ. അപ്പോൾ ജനിക്കുന്ന സമയത്ത് ആ ഉണ്ണിക്കണ്ണൻ്റെ പേര് തന്നെ ഇട്ടാൽ മതി കേട്ടോ. ആ ഉണ്ണിക്കണ്ണൻ്റെ പേര് വെച്ചാൽ ഉണ്ണിക്കണ്ണൻ നമ്മൾ പല പേരുകളാണ്. ഉണ്ണിക്കണ്ണന് പല പേരാണ്. കൃഷ്ണൻ എന്ന് വിളിക്കാം, വിഷ്ണു എന്ന് വിളിക്കാം. അതായത് കൃഷ്ണൻ, വിഷ്ണു, ഒരുപോലെ അങ്ങനെ പല പല പേരുകളുണ്ട്. മായക്കണ്ണനുള്ള. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു അക്ഷരം ഉപയോഗിച്ചാൽ മതി. വിഷ്ണുവെന്നോ അല്ലെങ്കിൽ കൃഷ്ണനെന്നോ വിളിക്കണമെന്നൊന്നുമില്ല. ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. പക്ഷേ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം, ആ ഗുരുവായൂരപ്പൻ്റെ പേരാണ് എൻ്റെ മകൻ്റെ, എൻ്റെ കുട്ടിയുടെ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ മനസ്സിലുണ്ടാവണം കേട്ടോ.